കൊല്ലം പത്തനാപുരത്തെ വീട്ടുമതിലിൽ ഹൈന്ദവ വിരുദ്ധ പരാമർശം. തിടവൂർ സത്യമുക്കിലാണ് സംഭവം. പെന്തക്കോസ്ത് വിശ്വാസികളുടെ വീട്ടുമതിലാണ് വിഗ്രഹാരാധന നടത്തുന്നവരെ അവഹേളിച്ചുകൊണ്ടുള്ള വാക്യങ്ങൾ എഴുതിവെച്ചത്. പ്രദേശത്തെ ഹൈന്ദവ വിശ്വാസികൾ ഇതിനെതിരെ പ്രതിഷേധമുയർത്തി പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ നാട്ടുകാർ ഈ വാക്യം പരസ്യമായി മായ്ച്ചു കളയുകയും ചെയ്തു. ഇവരുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു മതിലിൽ ചില വാക്യങ്ങൾ എഴുതി വച്ചത്. ഇപ്പോൾ അത് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. പോലീസിന്റെ ഇടപെടലുണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഈ വീട്ടുമതിൽ എഴുതിയിരുന്നത്, അതായത് ഈ പെന്തക്കോസ്ത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന വീടാണിത്. അതായത് ആ വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങളൊക്കെ വിദേശത്താണ്. ഇവിടെ താമസിക്കുന്നവരുടെ നേതൃത്വത്തിലാണ് ഈ വീട്ടുമതിലിൽ ഇത്തരത്തിലുള്ള വാക്യങ്ങൾ എഴുതി വെച്ചത്. അതായത് ദുർനടപ്പുകാർ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, മദ്യപാനികൾ എന്നുള്ള വാക്കിനോടൊപ്പം ഈ വിഗ്രഹാരാധികൾ എന്നുള്ള വാക്കും കൂടെ ചേർത്തു എന്നുള്ളതാണ്. ഇവരൊന്നും ദൈവഭാഗ്യം അവകാശപ്പെടുന്നവരല്ല എന്നുള്ളതാണ് ഈ വാക്യങ്ങളിൽ എഴുതിയിരുന്നത്. അത്തരത്തിൽ നിരവധി വാക്യങ്ങൾ ഈ മതിലിലാകെ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ആദ്യമേ തന്നെ ഈ വിവരം ഈ വീട്ടുകാരെ അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ എഴുതാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് ഹൈന്ദവ വിശ്വാസികളെ അവഹേളിക്കുന്ന തരത്തിലുള്ളതാണ്, അവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ വീട്ടിലുണ്ടായിരുന്നവർ അത് മാറ്റുവാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷം പോലീസിലും പരാതി നൽകുകയായിരുന്നു. പോലീസിനോട് ഇക്കാര്യം അറിയിച്ചപ്പോൾ പോലീസും ഈ സ്ഥലത്തെത്തി ഇത് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് നാട്ടുകാർ പലതവണ പറഞ്ഞിട്ടും ഇത് നീക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവ വിശ്വാസികൾ തന്നെ നേരിട്ടെത്തി ഈ വാക്യം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇത്തരത്തിൽ പരസ്യമായി അവിടെയുള്ള ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടി ഇങ്ങനെയുള്ള വാക്കുകൾ എഴുതി വെക്കുന്നത് തീർച്ചയായും അത് വിശ്വാസങ്ങളെ അവഗണിക്കുന്നത് തന്നെയാണ്. കാരണം വിഗ്രഹാരാധനയെ എതിർത്തുകൊണ്ട് ഇത്തരത്തിൽ അതിനെ മറ്റ് വാക്യങ്ങളോട് ഉപമിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വാക്യങ്ങൾ അത് പിടിപ്പിക്കുന്നതിന് പ്രത്യേക ഉദ്ദേശമുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഏറെ തവണ പ്രതിഷേധം ഉയർത്തിയിട്ട് ഒരാഴ്ചയോളം വാക്കുകൾ ആ ചുവരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഹൈന്ദവ വിശ്വാസികൾ ഇടപെട്ട് ഈ വാക്യങ്ങളൊക്കെ മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ എഴുതിയവർക്കെതിരെ, അല്ലെങ്കിൽ ഇത് എഴുതാൻ നിർദ്ദേശം നൽകിയവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് ആവശ്യം. ഈ നാട്ടുകാരൊക്കെ പറയുന്നത് മറ്റുള്ളവരുടെ വിശ്വാസത്തിന് മേൽ നമ്മൾ കടന്നു കയറാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അവർ ഏത് തരത്തിലുള്ള വിശ്വാസമായാലും എല്ലാം അംഗീകരിക്കുന്നതാണ്. പക്ഷേ ഈ ഹൈന്ദവ വിശ്വാസങ്ങളെ എതിർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വാക്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവരെന്താണ് നടത്തുന്നത്, അല്ലെങ്കിൽ ഈ പെന്തക്കോസ്ത് വിശ്വാസികൾ എന്നിരിക്കെ തന്നെ ഇത്തരത്തിൽ മറ്റു മതത്തിൽ അല്ലെങ്കിൽ വിഗ്രഹാരാധന നടത്തുന്നവർ എന്തിനാണ് അവഹേളിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള നടപടിക്ക് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പോലീസും സ്ഥലത്തെത്തി. പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവ വിശ്വാസികൾ ചേർന്ന ഈ വാക്യങ്ങൾ മായ്ച്ചത്.